ത്രികാലജ്ഞാനിയാണ്. അല്ലല്ല, ഇത് രസം. വിമർശിച്ച് ഒടുവിൽ ഇപ്പോൾ കോടതിയെ കയറി വിമർശിക്കുന്ന തരത്തിലേക്ക് സ്റ്റാലിൻ ദേവൻ വളർന്നിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. കോടതിയല്ല, യു ആർ റോങ്. ചിലപ്പോൾ പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയ വിവരങ്ങളുടെ എന്തൊന്നും വിവരം അന്ന് മാധ്യമങ്ങൾ പോലും FIR കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥയാണ്. താങ്കൾ കോടതി വിധികളുടെ പിന്നാലെ ഉള്ള യാത്ര തുടങ്ങിയ സാഹചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു വെച്ചു. ഇനി അങ്ങോട്ട് ആ യാത്രയിലോട്ട് നമുക്ക് വരാം. എവിടെ നിന്ന് തുടങ്ങാം? അതായത് ഞാൻ എയർഫോഴ്സിൽ നിന്ന് ലാസ്റ്റ് പോസ്റ്റിംഗ് ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് മുന്നേ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്തൊരു ഫേമസ് ക്ഷേത്രമുണ്ട്, പണിമൂല ഭഗവതി ക്ഷേത്രം. അത് നാട്ടുകാരുടെ ക്ഷേത്രമാണെന്ന് അവിടെ ഒരു നിയമാവലി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഒരു കേസ് കൊടുത്തിരുന്നതാണ് ഇതിൻ്റെയൊക്കെ ആരംഭം. അപ്പോൾ ആറ്റിങ്ങൽ സബ് കോടതി അതിൻ്റെ വിധി പറഞ്ഞു, ഇത് 7 കുടുംബക്കാരുടെ ക്ഷേത്രമാണ്, നാട്ടുകാർക്ക് അവിടെ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ആ വിധി വായിച്ചതാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ വിധി ഞാൻ വായിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ വിധിയായിരുന്നു. ആ വിധി വായിച്ചപ്പോഴാണ് എനിക്ക് അത് ശരിയല്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഒരു ലീഗൽ ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നില്ല എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ കേസ് ആറ്റിങ്ങൽ കോടതി നടത്തുന്നത് ഇപ്പോഴത്തെ അവിടെ സീനിയർ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ നായർ, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. ഞങ്ങൾ വലിയ അടുപ്പമാണ്. സാറാണ് എൻ്റെ ആദ്യത്തെ നിയമ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. സംശയങ്ങളൊക്കെ സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കേസ് വീണ്ടും അപ്പീൽ തോൽക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ട് ഈ അപ്പീൽ കൊടുത്തത് കേരളം കണ്ട ഏറ്റവും വലിയ സീനിയർ അഡ്വക്കേറ്റും, അതായത് കേരള ഹൈക്കോടതി ആദ്യമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത വെങ്കട സുബ്രഹ്മണ്യ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ജസ്റ്റിസ് ഗിരി. അദ്ദേഹം രാജിവെച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി. ഞാൻ മാത്രമായി ഈ കേസ് എടുത്തത്. അച്ഛൻ്റെ കേസായതുകൊണ്ട് എനിക്ക് പൈസയൊക്കെ പോയാലും നടത്തണമെന്നുള്ളത്. ഞാൻ ആ കേസിലും ഇതുപോലെ 1923 തൊട്ടൊരു പഠനം നടത്തി വന്നപ്പോൾ ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ക്ഷേത്രം ഒരു കുടുംബക്കാരുടെ ക്ഷേത്രം എന്ന് വിധിച്ചത്, അതൊരു കള്ളപ്രമാണമാണെന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. അന്നേ ദിവസം ആ പ്രമാണം എഴുതുന്ന അന്നേ ദിവസം അതിന് തൊട്ട് മുമ്പ് അതേ ആധാര എഴുത്തുകാരൻ അതേ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു പ്രമാണം കാണിക്കുന്നു, ഈ പ്രമാണം കംപ്ലീറ്റും കള്ളമാണ്. സത്യം പറയട്ടെ, അദ്ദേഹം എന്നെ ഏഴിച്ചു നിന്നിട്ട് തൊഴു. ഈ വെങ്കട സുബ്രഹ്മണ്യ അയ്യർ സാർ, ഒരു കേശവൻ നായരുണ്ട്, പുള്ളി ഇപ്പോൾ നെടുമങ്ങാടാണ് താമസിക്കുന്നത്, പുള്ളിയായിരുന്നു സാക്ഷി. അപ്പോൾ ഞാൻ അന്ന് 3 മാസം ആണ് ലോ അക്കാഡമിയിൽ നിയമം പഠിക്കാൻ പോയി. അപ്പോൾ സാറ് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, യു ആർ എ ബോൺ അഡ്വക്കേറ്റ്. ഇത് എനിക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബിരുദമായിട്ട് ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയും തുടർന്നുള്ള എൻ്റെ പഠനം ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യിച്ചു. കാരണം ഇത് മതി. അദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിയോട് ലോകത്ത് പറഞ്ഞു കൊടുത്തില്ല. നമുക്കിപ്പോൾ അവിടെ പോയി 3 വർഷം വൈകുന്നേരം അവിടെ പോയി തലയും ചോറിനിരുന്നാലും ഇവിടെ നിന്ന് LLB ഡിഗ്രി എടുക്കാൻ നിഷ്പ്രയാസം കിട്ടും. പക്ഷേ അവിടെ ഒരു കാര്യം, താങ്കളുടെ ഇതുവരെയുള്ള സ്വഭാവ സവിശേഷതകളുമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം താങ്കൾ ഒരു സാധനത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൊണ്ടുവരിക എന്നുള്ളതാണ് താങ്കളുടെ ഒരു രീതി. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ഈ പകുതി വഴിക്ക് വെച്ച് വിട്ടിട്ട് പോകുന്നതിൻ്റെ സാഹചര്യം താങ്കൾ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഡാമേജ്, നിയമം അറിയാത്തതുകൊണ്ട് സ്റ്റാലിൻ ദേവൻ അങ്ങോട്ട് മാറി നിൽക്കുക എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് എനിക്ക് കിട്ടുന്നത്, എനിക്ക് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജസുമായിട്ട് പോയിരുന്നു മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള ആ ഒരു ബന്ധമുണ്ട്. ചാനൽ ചർച്ചയിലൊക്കെ നമ്മുടെ ആദരണീയനായ സീനിയർ അഡ്വക്കേറ്റ് രാംകുമാർ സാറിനോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അടുക്കായി ഇരിക്കാൻ സാധിച്ചതിൻ്റെ മെയിൻ കാരണം ഈ വെങ്കട സുബ്രഹ്മണ്യ സാറിൻ്റെ കൂടെ എനിക്കൊരു 3-4 വർഷം വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഇതായിരുന്നു. അവസാനം വന്നിട്ട് അദ്ദേഹം ഞാൻ കൊടുക്കുന്ന പെറ്റീഷൻ തന്നെ ഫസ്റ്റ് പാരയും ലാസ്റ്റ് പാരയൊക്കെ ആഡ് ചെയ്തിട്ട് സാറിന് ഫയൽ ചെയ്യും. കാരണം സാറ് ഫയൽ ചെയ്യുന്ന എല്ലാ പെറ്റീഷൻസും അത്രയും വില കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതിനു വേണ്ടി കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 6,000-ഓളം ജഡ്ജ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ വായിച്ചു കാണും. പഴയ സുപ്രീം കോടതി അതിൻ്റെ നല്ല നല്ല സെൻറ്റൻസ് ഒക്കെ കട്ട് ചെയ്ത്. അല്ല, ഈ നിയമം പഠിക്കുന്ന പിള്ളേർ എത്രയും വായിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ഒരു LLB ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ ആ ഫീൽഡിൽ പോയിട്ട്, അതുമല്ല ബൈ ചോയ്സ് വക്കീലന്മാരാവുന്നത് വളരെ അപൂർവമാണ്. ബൈ ചാൻസ് ആണ് എല്ലാ വക്കീലും മാക്സിമം വക്കീലന്മാരും വേറൊരു പണിയും കിട്ടാതിരിക്കുമ്പോൾ ഒരു അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവരവിടെ പോകുന്നത്. ഇല്ലെങ്കിൽ അപ്പം വക്കീലായതുകൊണ്ട് അങ്ങനെയൊക്കെ ആവും. അവിടെ ചെന്നാൽ നമുക്കൊരു ഗോഡ് ഫാദർ വേണം, എങ്കിലും ആ ഒരു ഉയർച്ച നമുക്ക് കിട്ടും. ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യാനും അത് ബേസിക്കലി നമുക്കൊരു മുഷിയാനും കഷ്ടപ്പെടാനും ഒക്കെ ഉള്ളൊരു മനസ്സ് വേണം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അവസാനം ഇപ്പോൾ വന്നിട്ട് ഞാൻ രമേശ് ചന്ദ്ര സാർ, സീനിയർ അഡ്വക്കേറ്റ്, അദ്ദേഹം ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാവും.
ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പെറ്റീഷനാണ് പോലീസ് പ്രൊട്ടക്ഷൻ. നമ്മളെ 51 വെട്ട് വെട്ടിയ അദ്ദേഹത്തിന് പോലും കൊടുക്കാത്ത ഇതാണ്. ഞാൻ ഒരു പെറ്റീഷൻ ആദ്യം ഒരു ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള നമ്പർ എഴുതി അവസാനം വന്നിട്ട് പ്ലീയും കൂടെ എഴുതി വച്ചിട്ട് അത് രമേശ് ചന്ദ്ര സാർ കണ്ടിട്ട് കംപ്ലീറ്റും വായിച്ച ശേഷം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വാക്ക്, ഈ വാക്കല്ലല്ലോ വേറൊരു വാക്ക്, സാർ അവസാനം നോക്കാമെന്ന് പറഞ്ഞു. കംപ്ലീറ്റും വായിച്ചിട്ട് സാർ ഒന്നും വേണ്ടിയില്ല. ഞാൻ ചോദിച്ചു, സാർ നേരത്തെ പറഞ്ഞ വാക്ക് അതങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഈ അങ്ങനെ ഒരു LLB ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ഞാൻ ഇത് കൊടുത്ത പെറ്റീഷന് ആ ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എന്തുമാത്രം പഠിച്ചിരിക്കുന്നു എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ സ്കൂളുകളിലൊക്കെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ്, ഇവർക്കൊക്കെ ഭരണഘടന ക്ലാസ് എടുക്കാൻ പോകണം. ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം ഈ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന ലിഖിതമായ ഭരണഘടനയാണെന്നല്ലോ പറയുന്നത്. ഞാൻ ഒരു 10-15 ബുക്കുമായിട്ടാണ് പോയത്. അപ്പം നമ്മുടെ ഭരണഘടന ഇത്രയും ലോകത്തെ ഏറ്റവും വലിയ ഇതിൽ ഏതായിരിക്കും എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ ബുക്കായിരുന്നു ആ ഭരണഘടന. അന്നൊരു പോലീസുകാരനും അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ, പുള്ളിയും പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഭരണഘടന കാണുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെക്കുറിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മതബുക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഭരണഘടനയ്ക്ക് ആ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ഒരു പാട്രിയോട്ടിക്കായി മാറും. മനസ്സിലായി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് താങ്കൾ കോടതി വിധികൾ 6000 വിധികൾ പഠിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ചില നിർണായകമായ കേസുകളിലൊക്കെ താങ്കൾ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയും പിന്നീട് കോടതിയിൽ നിന്ന് അത്തരത്തിൽ അത് താങ്കളുടെ നിരീക്ഷണങ്ങൾ ശരിവയ്ക്കും വിധത്തിലുള്ള വിധികളോ ഇടക്കാല ഉത്തരവുകളോ ഒക്കെ പിന്നീട് വന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ADM നവീൻ ബാബു കേസിലും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ വോട്ടർ എന്താ പറയുക ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തിരിമറി അതുമായി ബന്ധപ്പെട്ടിട്ട് അതിലേക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമാണോ? അത് നമുക്ക് ഇപ്പം യൂട്യൂബ് ചാനലും കൂടെ വന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് ബാക്കിയുള്ളവരും കൂടെ അറിയിച്ചാലേ പറ്റും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിയമം മാത്രമേ പരിഗണിക്കാറുള്ളൂ. അപ്പോൾ തന്നെ ഇപ്പം തന്നെ ഈ രാമേന്ദ്രൻ കമ്മീഷൻ, അത് രാമേന്ദ്രൻ അത് കംപ്ലീറ്റ് ഞാൻ ഒരു 8 മണിക്കൂറോളം ബെച്ചു കുര്യൻ തോമസ് ജസ്റ്റിസിൻ്റെ അദ്ദേഹത്തിൻ്റെ വാദം കംപ്ലീറ്റ് കേട്ടതിന് ശേഷം ഞാനൊരു തമ്പനിയിൽ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. എന്താണ് മുനമ്പം കമ്മീഷൻ അറബിക്കടലിൽ 10 ദിവസം കഴിഞ്ഞ് വിധി വന്നപ്പോൾ അത് അതുപോലെ സംഭവിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത ഒരു അപ്പീൽ പോയപ്പോൾ അടുത്ത തമ്പനിയിൽ ഇട്ടു, രാമേന്ദ്രൻ കമ്മീഷൻ മടങ്ങി വരാൻ ഇങ്ങനെ വാദിക്കണം. ഇതൊക്കെ കിടപ്പുണ്ട്. രാമേന്ദ്രൻ കമ്മീഷൻ സംസാരിക്കുന്ന തെളിവുകളാണ്. എൻ്റെ ഐഡിയയിൽ ഈ കേസ് എങ്ങോട്ട് പോകും? നമ്മുടെ PP ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു, കിട്ടിയില്ല. അതിനുശേഷം റെഗുലർ ജാമ്യത്തിൽ വയ്ക്കുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ത്രില്ലാണ്. അതുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല കേസിൽ 2018 സെപ്റ്റംബറിലായിരുന്നു റിവ്യൂ കൊടുത്തു. ഇപ്പോൾ റിവ്യൂ കൊടുക്കുമ്പം സാധാരണ ഒരു റിവ്യൂ അനുവദിക്കാറില്ല. കാരണം അതേ ജഡ്ജസ് ഇരുന്നാണ് അത് നേരത്തെ പറഞ്ഞ വാദങ്ങൾ മാത്രമേ ഉന്നയിക്കാവൂ റിവ്യൂവിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തെറ്റുണ്ടോന്നാണ് പറയേണ്ടത്. പുതിയ വാദമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശബരിമല കേസിൽ റിവ്യൂ കിട്ടില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, തലേ ദിവസം 14-ാം തീയതി വിധി, 13-ാം തീയതി പോസ്റ്റ് നാളെ സംഭവിക്കാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ വിധി ശരിവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. 2, ഈ വിഷയം ഒരു ലാർജർ ബെഞ്ചിലേക്ക് വിടും. അങ്ങനെ വിടാനുള്ള കാരണം അയ്യപ്പൻ എന്ന് പറയുന്ന ജുറിസ്റ്റിക് പേഴ്സൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തായിരിക്കും. ഞാൻ പിറ്റേ ദിവസം ലീവ് എടുത്തു, വീട്ടിൽ കിടക്കുക, TV യുടെ മുമ്പ് ഇങ്ങനെ കിടന്നു. അപ്പം ലൈവ് ടെലികാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോർട്ട് ഓഫീസർ വന്നു, ഈ ജഡ്ജ്മെൻറ്റ്സൊക്കെ ഇത് സീൽഡ് കവറിൽ വെച്ചിരിക്കുകയാണ്. അതാ ജഡ്ജസ് വന്നു കഴിഞ്ഞു, മറ്റാണ് മറിച്ചാണെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അടി എഴുതിക്കണം. ശബരിമല കേസ് വിശാല ബെഞ്ചിലേക്ക് തീരുമാനമായി. ഇത് ഹൈക്കോടതിയിലെ 1-2 വക്കീലന്മാരെന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ പിടിക്കും? അത് റീസണും ഞാൻ പറഞ്ഞു. നിങ്ങളൊരു കേസിനെ ഫ്രണ്ടിൽ കൂടി അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ കേസിനെ ബാക്കിൽ കൂടി അപ്രോച്ച് ചെയ്യും. ഒരു പിൻവാതിൽ. അതായത് സിമ്പിൾ പറഞ്ഞ ഒരു രസമായ കാര്യമാണ്. അതായത് ഈ ദീപക് മിശ്ര ജഡ്ജിയായിരുന്ന ചീഫായിരുന്ന സമയത്താണ് നമ്മുടെ കുര്യൻ ജോസഫ് സാറും ഗൊഗോയിക്ക് വന്നിട്ട് പത്രസമ്മേളനം നടത്തി, ഓർമ്മ? അതിനുശേഷം ദീപക് മിശ്ര മാറിയിട്ടാണ് ഗൊഗോയാണ് ചീഫ് വന്നത്. അപ്പോൾ റിവ്യൂ ബെഞ്ചിൽ ഗൊഗോയ് വരുന്നു. മനുഷ്യ സഹജമായിട്ട് അവനൊരു പാര വയ്ക്കണം എന്നൊരു ധാരണ ചിലപ്പോൾ കാണും. അപ്പോൾ ഇന്ദു മൽഹോത്രയും ദീപക് മിശ്രയും കൂടെ 2ആയി. പിന്നെ ഒരു സ്ത്രീകൾ, അത് ഖാൻ വിൽക്കർ സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ് എഴുതിയില്ല, ദീപക് മിശ്രയോട് കൺകർ ചെയ്യാണ് ചെയ്തത്.
അപ്പോൾ തീർച്ചയായിട്ടും മാഡം പോയിട്ട് കാൽ വിൽക്കലോടെ പറയുകയും നിങ്ങളുടെ ദൈവമാണ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേരും ഒരു മനുഷ്യനല്ലേ ശരി എന്നും പറഞ്ഞ് മാറും എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. അതായത് ചന്ദ്രചൂടും മറ്റേ നരിമാനും ഒരിടത്ത് നിൽക്കുമെന്നും ബാക്കി ഇത് 3-2 തള്ളിപ്പോകുന്നു എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. അതാണ് സുപ്രീം കോടതി സംഭവിച്ചത്. ത്രികാലജ്ഞാനിയാണ്. അല്ലല്ല, ഇത് രസം അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കേസിൽ ശബരിമല കേസിൽ ജഡ്ജിമാർ എങ്ങനെ തീരുമാനിക്കും, എങ്ങനെ സഞ്ചരിക്കും എന്ന് പോലും താങ്കളുടെ ഇല്യൂഷൻസ് എന്ന് വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, ബട്ട് മേ ബി ആയിരിക്കാം. ശരി, എന്തായാലും അത് ശരിയായി. താങ്കളുടെ നിയമത്തോടുള്ള ഒബ്സഷൻ മനസ്സിലാക്കുന്നു, ഭരണഘടനയോടുള്ള ബഹുമാനം മനസ്സിലാക്കുന്നു, കോടതി വിധികൾ സമീപിക്കുന്ന രീതി മനസ്സിലാക്കുന്നു, ഒക്കെ നല്ലതാണ്. പക്ഷെ കൊത്തി മുറത്തിൽ കയറി കൊത്തി എന്ന് പറഞ്ഞതുപോലെ വിമർശിച്ച് ഒടുവിൽ ഇപ്പോൾ കോടതിയെ കയറി വിമർശിക്കുന്ന തരത്തിലേക്ക് സ്റ്റാലിൻ ദേവൻ വളർന്നിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. കോടതിയല്ല, യു ആർ റോങ്. ഞാൻ ഒരിക്കലും കോടതിയെ വിമർശിക്കാറില്ല, ജഡ്ജസിനെ വിമർശിക്കാറില്ല. ജഡ്ജിമാർ ഞാനാണ് സ്വയം കോടതി എന്ന് കൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജഡ്ജിയെ വിമർശിക്കുന്നതും കോടതി എന്ന് വിമർശിക്കാറില്ല. ഇല്ലല്ലോ, റിട്ടയർഡ് ജഡ്ജസിനെ വേറെ വിടില്ല, തെറ്റ് പറഞ്ഞു ആണോ? തെരഞ്ഞു പിടിച്ച് അല്ലല്ല, തെരഞ്ഞു പിടിപ്പില്ല. ആര് എന്ത് പറയുന്നു ശരി പറഞ്ഞാൽ ഓക്കെ, ശരി, ഓക്കെ, ഇതെല്ലാം അംഗീകരിക്കുന്നു. നമുക്ക് കേരള സമൂഹത്തിന് പൊതുവെ ഒരുപക്ഷെ സ്റ്റാലിൻ ദേവനേക്കാൾ കൂടുതൽ നോൺ ഫിഗർ ആയിട്ടുള്ള ജഡ്ജാണ് ശ്രീ കെമാൽ പാഷ. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം യൂട്യൂബിലൊക്കെ പല വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ പ്രതികരണങ്ങളൊക്കെ നടത്തി എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു വ്യക്തിയാണ്. കെമാൽ പാഷയും താങ്കളും തമ്മിൽ എന്താ പ്രശ്നം? സത്യത്തിൽ ഈ ഗോവിന്ദച്ചാമിയുടെ ജഡ്ജ്മെൻറ്റ് അന്വേഷിച്ച് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദച്ചാമിയുടെ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുള്ള 2 പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. നല്ല ലാംഗ്വേജിലാണ് സാർ. അതിൻ്റെ നിയമപരമായ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുള്ളായിരുന്നു. അന്നേ എനിക്ക് എൻ്റെ മനസ്സിൽ സാറിനൊരു സ്ഥാനമുണ്ട്, കെമാൽ പാഷ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ നിയമം എവിടെ നിന്ന് എന്ത് കിട്ടും എന്നും പറഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായിരുന്നു. സുപ്രീം കോടതി എത്ര ദിവസമാണ് 5 ബെഞ്ച് വാദം കിട്ടുന്നത് പറയും. ഞാൻ ഒന്നുപോലും വിടാതെ ആ ദിവസം അത്രയും കുത്തിയിരുന്ന് നമുക്ക് വീട്ടിൽ ഇരുന്നാലും കാണാൻ പറ്റും. അതാണ് എൻ്റെ ദാറ്റ് ഇസ് വാട്ട് മൈ ഇൻട്രസ്റ്റ് ഈസ്. ശരി, അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണഗതി ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി യൂട്യൂബ് ചാനൽ തുടങ്ങാറില്ല. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സാമാന്യ ജനങ്ങളുടെ ഈ നിയമത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയല്ലേ. അതിനുശേഷം നാളുകൾ കടന്നുപോയപ്പോൾ ഇദ്ദേഹം ബയാസ്ഡ് ആണെന്നും ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ചില പ്രത്യേകതകൾ ഉണ്ടെന്നും ഇദ്ദേഹം അവസരം പോലെ ഈ നിയമത്തെയൊക്കെ വളച്ചൊടിച്ചാണ് പറയുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയമുണ്ടല്ലോ. കന്യാസ്ത്രീകളെ ആക്രമിച്ച കേസെല്ലാം പറയുന്നത്. അവർ കൊണ്ടുപോയ മനുഷ്യക്കടത്ത്, അവരെ ആക്രമിച്ചെങ്കിൽ അവർക്കെതിരെ പോലീസ് വേറെ കേസെടുക്കും. ഈ മനുഷ്യക്കടത്ത് കേസ് വന്നപ്പോൾ അതിൻ്റെ ഒരു FIR പോലും കാണാതെ ഇദ്ദേഹം യൂട്യൂബിൽ ഇരുന്ന് വിധി പറയുകയാണ്. പാവം കന്യാസ്ത്രീകൾ, പാവമായിരിക്കാം, ഞാൻ അവർ കുറ്റക്കാരെന്ന് പറയുന്നില്ല. അത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയൂ. എന്നെ സംബന്ധിച്ചോളം കന്യാസ്ത്രീകൾ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തെന്നുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു കോടതിയാണ്. അത് തെളിവിൻ്റെയും നിയമപരമായ നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വിളിച്ചിരുന്ന് പറയുകയാണ് അവർ പാവങ്ങളാണ്, അവർ കുറ്റം ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ ഒരു റിട്ടയർഡ് ഹൈക്കോടതിക്ക് കഴിയും. എനിക്ക് പറയാം, ചിലപ്പോൾ പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയ വിവരങ്ങളുടെ എന്തൊന്നും വിവരം അന്ന് മാധ്യമങ്ങളിൽ പോലും FIR കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥയാണ്. FIR ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ കെമാൽ പാഷയ്ക്ക് അത് കിട്ടിയില്ലെന്ന് താങ്കൾക്ക് എങ്ങനെ? അല്ല, മാധ്യമങ്ങൾ കിട്ടുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. FIRന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം ഒരു റിട്ടയർഡ് ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ തന്നെ തെളിവെടുപ്പ് നടത്താതെ എങ്ങനെ റിട്ടയർഡ് ഹൈക്കോടതിക്ക് ജഡ്ജ്മെന്റ് പറയാൻ പറ്റും? ശരി, ആ ഒരു പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കിട്ടിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ശരി, അത് അസംഷൻ ഇതായിരുന്നു. ഇവിടെ നമ്മുടെ ചാനലുകൾ പോലും അത് കാണിച്ചിട്ടില്ല. ശരി, ഓക്കെ. അദ്ദേഹം പറഞ്ഞ വാദങ്ങളോടുള്ള വ്യക്തിപരമായ വിയോജിപ്പല്ല, നിയമപരമായ വിയോജിപ്പാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതിനെ തുടർന്ന് നിങ്ങൾ തമ്മിൽ എന്താ ഫൈറ്റ്, സൈബർ വാർ പോലെ നടന്നു? അദ്ദേഹം തന്നെ ഒരു മറുപടിയായിട്ട് വന്നു, ഞാൻ മനുഷ്യനാണ്, പിന്നെ തെറ്റ് മനുഷ്യ. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതെ, ആ വീഡിയോ തെറ്റുകൾ സംഭവിക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടായി, അത് നിങ്ങൾ ക്ഷമിച്ചു തരികയല്ലേ വേണ്ടത്. ഇത്രയും വലിയൊരു മനുഷ്യൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ LLB ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത എന്നെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാതിരിക്കണം എന്ന് അദ്ദേഹം ഓർമ്മിക്കണം. അറിയാമല്ലോ, അദ്ദേഹത്തിനെ ഈ സമൂഹം കാണുന്നു. അദ്ദേഹം പറഞ്ഞതിലൊരു ന്യായമില്ലേ? ഒരു പക്ഷേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. സ്റ്റാലിൻ ദേവൻ ക്ഷമിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? നാട്ടുകാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. എനിക്ക് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. എങ്കിൽ അത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഡൺ ബൈ എ
റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്. ഞാൻ അവരെയൊക്കെ ദൈവങ്ങളായിട്ട് കണ്ട ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ കൃത്യമായ നിയമപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തെറ്റ് ചെയ്താൽ ഇനിയും ഞാൻ വിമർശിക്കും. അതിന് യാതൊരു സംശയം. ഓക്കെ, അപ്പോൾ ആ വിമർശനം എന്ന് പറയുന്നത് കോടതിയെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ വ്യക്തിയുടെ നിരീക്ഷണങ്ങളെയാണ്. ശരി, ഇപ്പം ഞാനായാലും എന്തെങ്കിലും തെറ്റ് പറയുന്നതിലൂടെ ഒരു സമൂഹം തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. മനസ്സിലായി. അതോ ആർക്കും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആർക്കും ചൂണ്ടിക്കാണി. ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ താങ്കൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത്? കുറേയധികം ഈ അടുത്തിടെയായിട്ട് ഇച്ചിരി വിമർശനം കൂടിയതായിട്ട് ചില ഞാൻ തോന്നിട്ട് ഈ മുൻപുമായിട്ടാണ് അദ്ദേഹം തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ഈ 3-4 വീഡിയോയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തുമായിട്ടൊരു സംവാദത്തിനാണെങ്കിൽ ഞാൻ ഏത് നിമിഷവും പ്രസന്റ് ആവാനും അദ്ദേഹം പറയുന്നതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാനും തയ്യാറാണ്. അതവിടെ നിൽക്കട്ടെ. അവസാനമായിട്ട് ഒരു ചോദ്യം. താങ്കൾ ജസ്റ്റിസ് കമാൽ പാഷയെ വിമർശിക്കുന്നത് താങ്കൾ ഒരു സംഖ്യ ആയതുകൊണ്ടാണ് എന്ന് ചിലർ വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, അപഹസിക്കുന്നു. ശരിയാണോ? സംഖ്യ എന്നുള്ളൊരു വാക്കിന് എൻ്റെ മുന്നേ അർത്ഥമൊന്നുമില്ല. BJP ആണ് ഉദ്ദേശിച്ചത് എന്നായിരിക്കും പറയുന്നവർ ഉദ്ദേശിച്ചത്. ഞാനൊരു BJP കാരനാണെങ്കിൽ ഞാൻ വെട്ടി തുറന്ന് പറയും ഞാൻ BJP കാരനാണ്. എന്താ BJP ഇവിടുത്തെ ഒരുപാട് കമ്മികളെക്കാരും നല്ല ആൾക്കാരില്ലേ BJP കാർ? എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ കമ്മിയെന്നോ ചാണകസംഖ്യെന്നോ വിളിച്ചു എനിക്കൊന്നും സംഭവിക്കാൻ പോയില്ല. കാരണം ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് നാളെ സംഖ്യ ആയിക്കൂടെ വേണമെങ്കിൽ. ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കമാൽ പാഷ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, താങ്കൾ മറുപക്ഷത്ത് അല്ല. അതാണോ ഇവിടെ? ഞാൻ ABC മലയാളത്തിലെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് BJP വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നട്ടല് ഞാൻ ഒരു പാർട്ടിക്കും പണയം വെച്ചിട്ടില്ല, വയ്ക്കത്തുമില്ല. അതിപ്പോൾ കമാൽ പാഷ ആയാലും ശരി, ആരും ശരി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.